ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ചിക്കനും എഗ്ഗും വെജിറ്റബിൾസും എല്ലാം ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 500 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സോയ സോസ് ചേർത്ത് കൊടുത്തുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും. സോയ സോസിൽ ഓൾറെഡി ഉപ്പുള്ളതാണ്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 15 മിനിറ്റ്സ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 ഗ്ലാസ് സോൻ മസൂരി റൈസാണ് എടുത്തിട്ടുള്ളത്. സോൻ മസൂരി റൈസിന് പകരം ബസുമതി റൈസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. റൈസ് നന്നായി വാഷ് ചെയ്ത ശേഷം അരമണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ 6 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് റൈസിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. റൈസ് സ്റ്റിക്കിനെസ് ഇല്ലാതെ ഒന്ന് സ്മൂത്തായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഇപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമ്മൾ സോക്ക് ചെയ്ത് വെച്ച് വെള്ളം വാർത്ത് വെച്ച് അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുക്കായി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു 80-85% വരയ്ക്കും കുക്കായാൽ മതിയാവും. ഓവർ കുക്കായി കഴിഞ്ഞാൽ റൈസ് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉടഞ്ഞു പോകും. അതുകൊണ്ടാണ്. റൈസ് ഇവിടെ കറക്റ്റായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 80-85% വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 എഗ്ഗ് ഉപ്പും പെപ്പറും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും ലഭിക്കുന്നത്. എഗ്ഗ് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇനി ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ തന്നെ യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ ഫ്ലേവർ തന്നെ മാറിപ്പോകും. ചിക്കനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് ബീൻസ്, 1/2 കപ്പ് ക്യാപ്സിക്കം. ഇതെല്ലാം നന്നായി തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചാണ്. ഓവർ കുക്കാവേണ്ട ആവശ്യമില്ല. ഒരു 2 മിനിറ്റ്സ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. അപ്പോഴേക്കും ഇത് കുക്കായി വന്നോളും. ഇതിലേക്ക് ഇനി എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇത് റൈസിൻ്റെ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ റൈസ് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും എല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് പൊടിഞ്ഞു പോകാതെ മെല്ലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രൈഡ് റൈസിന് നല്ലൊരു ടേസ്റ്റ് കിട്ടാനാണ്. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
ഫ്രൈഡ് റൈസ് റെഡിയായ ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക്